ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത് 2025 നോബൽ പ്രൈസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നോബൽ സമ്മാനങ്ങൾ ആർക്കൊക്കെയാണ് ലഭിച്ചതെന്നൊക്കെയുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ക്ലാസ് അവസാനം വരെ നമ്മുടെ എല്ലാ കൂട്ടുകാരും കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ആണ്. അതായത് 2025 സമാധാനത്തിനുള്ള അഥവാ പീസ് നോബൽ പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? മരിയ കൊറീന മച്ചാഡോയ്ക്കാണ് കേട്ടോ. പഠിച്ചു വെക്കണം. 2025 സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? മരിയ കൊറീന മച്ചാഡോ ആണ് കേട്ടോ. മരിയ കൊറീന മച്ചാഡോ ആണ്. ഇവർ വെനസ്വേല സ്വദേശിയാണ് കേട്ടോ. വെനസ്വേല സ്വദേശിയാണ്. അഥവാ പറയുവാണെങ്കിൽ വെനസ്വേലയിലെ ജനാധിപത്യ മനുഷ്യാവകാശ പ്രവർത്തകയാണ് മരിയ കൊറീന മച്ചാഡോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജനാധിപത്യ പോരാട്ടത്തിനാണ് അംഗീകാരം ഇവർക്ക് ലഭിച്ചത്. അതുപോലെ തന്നെ വെനസ്വേലയിലെ പ്രതിപക്ഷ നേതാവ് കൂടിയാണ് ഈ മരിയ കൊറീന മച്ചാഡോ കേട്ടോ. നമുക്കറിയാം 2025 നോബൽ പ്രൈസ് സമാധാനത്തിന് ലഭിക്കുമെന്ന് ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരുന്നൊരു പേരായിരുന്നു ഡൊണാൾഡ് ട്രംപിന് കേട്ടോ. ഡൊണാൾഡ് ട്രംപിന് അദ്ദേഹത്തിന് സമാധാനത്തിനുള്ള പീസ് പ്രൈസ് കിട്ടും എന്ന് അവസാന നിമിഷം വരെ അദ്ദേഹം വിശ്വസിച്ചിരുന്നു. പക്ഷേ ലഭിച്ചതാർക്കാണ്? മരിയ കൊറീന മച്ചാഡോ കേട്ടോ. മരിയ കൊറീന മച്ചാഡോ കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു പേര് പഠിക്കാൻ വളരെ പാടാണല്ലോ. ഇതെങ്ങനെ മനസ്സിലാക്കാം? നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് പഠിച്ചു വെക്കാം? അതാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. അതായത് നമുക്ക് ഈ ഒരു സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് അല്ലേ, അപ്പോൾ എന്താണ്, നമുക്ക് മര്യാദയ്ക്ക് കുറിച്ച് നടന്നാൽ സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കും. പഠിച്ചു വെക്കാമല്ലോ. അതായത് ഇങ്ങനെ ഓർത്ത് വെച്ചത്, മര്യാദയ്ക്ക് കുറിച്ച് നടന്നാൽ സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കും, സമാധാനത്തോടെ ഇരിക്കാൻ സാധിക്കും എന്നൊക്കെ കണക്ട് ചെയ്യുക. അപ്പം ആ കോഡ് വെച്ചങ്ങ് കണക്ട് ചെയ്യുക. മര്യാദയ്ക്ക് കുറിച്ച് നടന്നാൽ സമാധാനത്തോടെ ഇരിക്കാം. മര്യാദയ്ക്ക് കുറിച്ച് നടന്നാൽ സമാധാനത്തോടെ ഇരിക്കുക. അപ്പോൾ എല്ലാം കണക്റ്റ് ആവുകയെ. മര്യാദയ്ക്ക് കുറിച്ച് നടന്നാൽ ആരാണ്? മരിയ കൊറീന മച്ചാഡോ. ഇതാണ് കുറിച്ച് നടന്നാൽ സമാധാനത്തോടെ ഇരിക്കുക. സമാധാനത്തിനുള്ള നോബൽ പ്രൈസ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, ക്ലിയർ ആയിട്ട് പഠിച്ചു പോകണം. ഇപ്പം തന്നെ അങ്ങ് പഠിച്ചു പോകുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അറിവ് ഓർമ്മയിൽ നിൽക്കും എന്നും. അപ്പോൾ പഠിച്ചു പോകുക. 2025 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ആർക്കാണ്? മരിയ കൊറീന മച്ചാഡോ. മരിയ കൊറീന മച്ചാഡോ വെനസ്വേലയിലെ ജനാധിപത്യ മനുഷ്യാവകാശ പ്രവർത്തകയാണ് മരിയ കൊറീന മച്ചാഡോ. ജനാധിപത്യ പോരാട്ടത്തിനാണ് അംഗീകാരം, ജനാധിപത്യ പോരാട്ടത്തിനുള്ളതാണ് ഈ ഒരു സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് എന്ന അംഗീകാരം ലഭിച്ചത്. വെനസ്വേലയിലെ നിലവിലെ പ്രതിപക്ഷ നേതാവാണ് ഈ മരിയ കൊറീന മച്ചാഡോ. കോഡെന്താണ്? നമ്മുടെ കോഡെന്താണ്? മര്യാദയ്ക്ക് കുറിച്ച് നടന്നാൽ സമാധാനത്തോടെ ഇരിക്കാൻ സാധിക്കും കേട്ടോ. പഠിച്ചു വെക്കണേ. ഇനി നമുക്ക് അടുത്ത അവാർഡിലോട്ട് പോകാം. അടുത്തതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൈദ്യശാസ്ത്രമാണ്. വൈദ്യശാസ്ത്രം അഥവാ മെഡിസിൻ കേട്ടോ. 2025 വൈദ്യശാസ്ത്രത്തിനുള്ള അവാർഡ് ലഭിച്ചത് 3 പേർക്കാണ്. നമുക്ക് ആ പേരുകളൊന്ന് പറയാം. ആദ്യത്തെ ആൾ മേരി ഇ ബ്രാങ്കോവ്. അതുപോലെ തന്നെ ഫ്രെഡ് റാംസ്ഡെല്ല്. അതുപോലെ തന്നെ ഷിമോൻ സഗാഗുച്ചിയാണ് കേട്ടോ. ഷിമോൻ സഗാഗുച്ചി. അപ്പോൾ ഒന്നുകൂടെ പേര് ഞാൻ ഒന്നുകൂടെ പറയാം. 2025 വൈദ്യശാസ്ത്രത്തിനുള്ള മെഡിസിനുള്ള നോബൽ പ്രൈസ് 3 പേർക്കാണ് ലഭിച്ചത്. ആർക്കൊക്കെയാണ്? മെരിയ ഇ ബ്രോക്കോവും ഫ്രെഡ് റാഡ്സലും അതുപോലെ തന്നെ ഷിമോൻ സഗാക്കുച്ചിയുമാണ്. ഈ മേരി ഇ ബ്രാങ്കോവ് US സ്വദേശിനിയാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അതായത് അമേരിക്കൻ സിറ്റിസണാണ്. US സിറ്റിസണാണ് കേട്ടോ. അവർക്ക് വൈദ്യശാസ്ത്ര മേഖലയിൽ നോബൽ നേടുന്ന 14ാമത്തെ വനിതയാണ് ഈ മേരി ഇ ബ്രോക്കോവ് കേട്ടോ. ചിലപ്പം സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. എന്താണ്? വൈദ്യശാസ്ത്ര മേഖലയിൽ നോബൽ സമ്മാനം നേടുന്ന 14ാമത്തെ വനിതയാണ് മേരി ഇ ബ്രോങ്കോവ് കേട്ടോ. മേരി ഇ ബ്രോങ്കോവ്. അടുത്തത് ഫ്രെഡ് റാംസ്ഡെല്ല് കേട്ടോ. ഫ്രെഡ് റാംസ്ഡെല്ല് USA സിറ്റിസൺ ആണ് വരുന്നത്. അതുപോലെ തന്നെ ഷിമോൻ സഗാക്കുച്ചി ജപ്പാനാണ്. ഈ ഷിമോൻ സഗാക്കുച്ചി പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാലോ, ജപ്പാൻകാരനെന്ന പേര് കേൾക്കുമ്പോഴല്ലോ ഷിമോൻ സഗാക്കുച്ചി. ഈ പേരൊക്കെ എങ്ങനെയാണ്? ജപ്പാൻകാർക്കാണല്ലോ കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ കണക്ട് ചെയ്യാലോ. ഷിമോൻ സഗാക്കുച്ചി ജപ്പാൻകാരനാണ്. ഫ്രെഡ് റാംസ്ഡെല്ല് USA കാരനാണ്. മേരി ഇ ബ്രോങ്കോവ് USA ആണ്. അതുപോലെ തന്നെ മേരി ഇ ബ്രോങ്കോവിൻ്റെ പ്രത്യേകത എന്താണ്? വൈദ്യശാസ്ത്ര മേഖലയിൽ നോബൽ സമ്മാനം നേടുന്ന 14ാമത്തെ വനിതയാണ് കേട്ടോ. ഇനി ഇവർക്ക് എന്തിൻ്റെ കണ്ടുപിടുത്തത്തിലാണ് നോബൽ സമ്മാനം ലഭിച്ചത് എന്ന് നമുക്ക് നോക്കാം. പരീതീയ പ്രതിരോധ ശേഷി അഥവാ പെരിഫറൽ ഇമ്മ്യൂണോ ടോളറൻസ് സംബന്ധിച്ച കണ്ടുപിടുത്തങ്ങൾക്കാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം. അവർക്ക് എന്തിനാണ് നോബൽ സമ്മാനം വൈദ്യശാസ്ത്രത്തിന് ലഭിച്ചത്? പഠിച്ചു വെക്കുക. പരീതീയ പ്രതിരോധ ശേഷി കേട്ടോ. പരീതീയ പ്രതിരോധ ശേഷി അഥവാ പെരിഫറൽ ഇമ്മ്യൂണോ ടോളറൻസ് കേട്ടോ. പരീതീയ പ്രതിരോധ ശേഷി അഥവാ പെരിഫറൽ ഇമ്മ്യൂണോ ടോളറൻസ് സംബന്ധിച്ച കണ്ടുപിടുത്തങ്ങൾക്കാണ് ഇവർക്ക് 3 പേർക്കും നോബൽ സമ്മാനം വൈദ്യശാസ്ത്രത്തിന് ലഭിച്ചത്. അതൊന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് പറയുവാണെങ്കിൽ ഇങ്ങനെ പറയാം. അതായത് രോഗപ്രതിരോധ കോശങ്ങൾ നമ്മുടെ ശരീരത്തെ ആക്രമിക്കുന്നത് തടയുന്ന സംവിധാനത്തിലെ റെഗുലേറ്ററി
ടി കോശങ്ങളുടെ കണ്ടുപിടുത്തത്തിനാണ് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയുവാണെങ്കിൽ എന്താണ്, രോഗപ്രതിരോധ കോശങ്ങൾ നമ്മുടെ സ്വന്തം ശരീരത്തെ ആക്രമിക്കുന്നത് തടയുന്ന സംവിധാനത്തിലെ റെഗുലേറ്ററി ടി കോശങ്ങളുടെ കണ്ടുപിടുത്തത്തിനാണ് ഇവർക്ക് 3 പേർക്കും നോബൽ സമ്മാനം ലഭിച്ചത് കേട്ടോ. അപ്പം ഈ ഒരു പേര് നിങ്ങളൊന്ന് നോക്ക്, അതായത് മേരി ബ്രോങ്കോവ്, ഫ്രെഡ് റാഡ്സൽ, ഷിമോൻ സകാക്കോച്ചി. ഈ പേരൊക്കെ നമ്മൾ പെട്ടെന്ന് പരീക്ഷ കാണുമ്പോൾ നമ്മൾ ഓർത്തിരിക്കത്തില്ല. ഏതൊരു മനുഷ്യനായാലും ഇത് പെട്ടെന്ന് ഓർത്തിരിക്കത്തില്ല, കാരണം നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള നെയിംസ് ഒന്നും അല്ല ഇതൊന്നും. അപ്പോൾ അത് പഠിച്ചു നോക്കാം. നമ്മളൊരു ചെറിയ കോഡ് റെഡിയാക്കിയിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. ആ കോഡ് ഇതാണ്, ഫ്രണ്ടിൻ്റെ രോഗം മാറി സുഖമാച്ച് കേട്ടോ. ആ കോഡ് ഇതാണ്, പഠിച്ചു നോക്കുക. ഫ്രണ്ടിൻ്റെ രോഗം മാറി സുഖമാച്ച് കേട്ടോ. ഫ്രണ്ടിൻ്റെ രോഗം മാറി സുഖമാച്ച്. ഈ ഫ്രണ്ട് എന്ന് ഉദ്ദേശിക്കുന്ന ആരാണ്, ഫ്രെഡ് റാംസൽ കേട്ടോ. രോഗം എന്താണ്, പ്രതിരോധവുമായി ബന്ധപ്പെട്ട് കേട്ടോ. രോഗപ്രതിരോധവുമായി ബന്ധപ്പെട്ടുള്ള കണ്ടുപിടുത്തങ്ങൾക്കല്ലേ അവർക്ക് ലഭിച്ചത് നോബൽ സമ്മാനം. അതുപോലെ തന്നെ മേരി ബ്രാങ്കോവ് കേട്ടോ. മേരി ബ്രാങ്കോവ് ആണ് മാറി എന്നുള്ള. സുഖമാച്ച് എന്താണ്, ഷിമോൻ സകാക്കുച്ചി കേട്ടോ. ഷിമോൻ സകാക്കുച്ചി. അപ്പോൾ കണക്ട് ചെയ്യാമല്ലോ. കോഡ് എന്താണ്, ഫ്രണ്ടിൻ്റെ രോഗം മാറി സുഖമാച്ച്. ഫ്രണ്ടിൻ്റെ രോഗം മാറി സുഖമാച്ച് എന്നാണ് നമ്മുടെ വൈദ്യശാസ്ത്രത്തിൻ്റെ കോഡായിട്ട് വരുന്നത്. എന്താണ്, ഫ്രണ്ട് എന്താണ്, ഫ്രണ്ട് റാംസലും. രോഗം എന്താണ്, രോഗപ്രതിരോധവുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തത്തിന്. മാറി എന്താണ്, മാരി ബ്രാങ്കോവ്. അതുപോലെ തന്നെ സുഖമാച്ച് എന്താണ്, ഷിമോൻ സുഗാക്കുച്ചിയാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. 2025 വൈദ്യശാസ്ത്രത്തിന് മെഡിസിൻ വിഭാഗത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത് 3 പേർക്കാണ്. ആദ്യത്തെ ആളാരാണ്, മേരി ബ്രോങ്കോവ് ആണ്. USA സിറ്റിസൺ ആണ്. വൈദ്യശാസ്ത്ര മേഖലയിൽ നോബൽ നേടുന്ന 14ാമത്തെ വനിതയാണ്. അടുത്ത ആളാരാണ്, ഫ്രെഡ് റാംസ്ഡെൽ ആണ്. USA സിറ്റിസൺ ആണ്. ഷിമോൻ സകാക്കുച്ചിയാണ് അടുത്ത ആൾ. ജപ്പാൻ സ്വദേശിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവർക്ക് എന്തിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് ലഭിച്ചത്, പരീതീയ പ്രതിരോധ ശേഷി അഥവാ പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസ് സംബന്ധിച്ച കണ്ടുപിടുത്തങ്ങൾക്കാണ് ലഭിച്ചത്. അത് ഡീറ്റെയിൽ ആയിട്ട് പറയുവാണെങ്കിൽ രോഗപ്രതിരോധ കോശങ്ങൾ നമ്മുടെ ശരീരത്തെ ആക്രമിക്കുന്നത് തടയുന്ന സംവിധാനത്തിലെ റെഗുലേറ്ററി ടി കോശങ്ങളുടെ കണ്ടുപിടുത്തത്തിനും പഠനത്തിനുമാണ് അവർക്ക് സമ്മാനം ലഭിച്ചത്. അപ്പം നമ്മുടെ 2025 നോബൽ വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനത്തിൻ്റെ കോഡ് എന്താണ്, നമ്മുടെ കോഡ് എന്താണ്, ഫ്രണ്ടിൻ്റെ രോഗം മാറി സുഖമാച്ച്. ഈ ഒരു കോഡ് മറക്കല്ലേ, വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ആൻസറിലോട്ട് കടക്കാൻ പറ്റുന്നൊരു കോഡാണ്. അപ്പോൾ പഠിച്ചു വെക്കുക, ഫ്രണ്ടിൻ്റെ രോഗം മാറി സുഖമാച്ച്. ഫ്രണ്ട് എന്താണ്, ഫ്രെഡ് റാംസ്ഡെല്ലും. അതുപോലെ തന്നെ രോഗം എന്താണ്, രോഗപ്രതിരോധവുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തങ്ങൾക്കും. മാറി എന്താണ്, മാരി ബ്രാങ്കോവ്. സുഖമാച്ച് എന്താണ്, ഷിമോൻ സകാക്കുച്ചിയാണ് കേട്ടോ. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്തതിലോട്ട് പോവാം. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലാസ്റ്റ് വീക്ക് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വെറും 200 രൂപ മാത്രമാണ് നമ്മുടെ കോഴ്സ് ഫീ ആയിട്ട് വരുന്നത്. ഇനി വരുന്ന ഏതൊരു പരീക്ഷയ്ക്കും. ഇനി നമുക്ക് നിരവധി പരീക്ഷകൾ വരുന്നുണ്ട്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, അതുപോലെ തന്നെ പ്രിസൺ ഓഫീസർ, അതുപോലെ തന്നെ കമ്പനി ബോർഡ്, LGS, VFA, ബെപ്കോ, LDC, 12th ലെവൽ എക്സാംസ്, ഡിഗ്രി ലെവൽ എക്സാംസ്, അതുപോലെ തന്നെ തിരുവിതാംകൂർ LDC എക്സാംസ് ഒക്കെ വരുന്നുണ്ട്. ഒരു നിരവധി എക്സാംസ് വരുന്നുണ്ട്. ആ എക്സാംസിന് വേണ്ടിയുള്ള 6 മാസം നീണ്ടിരിക്കുന്ന ഒരു കറണ്ട് അഫയേഴ്സ് കോഴ്സാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ലൈവ് ക്ലാസ്സസ് ആണ് വരുന്നത്. ഡെയിലി ലൈവ് ക്ലാസ്സസ് 1 hour ലൈവ് ക്ലാസ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ഒരു ലൈവ് ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ നമുക്ക് എന്താണ്, അതിൻ്റെ റെക്കോർഡഡ് സെക്ഷൻ നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇടുന്നതാണ്. അതുപോലെ തന്നെ വീക്ക്ലി മോക്ക് ടെസ്റ്റുകൾ, നമ്മൾ ഡെയിലി എടുക്കുന്ന ക്ലാസ്സിൻ്റെ നോട്ടുകൾ അന്നന്ന് തന്നെ തരുന്നതാണ്. PDF നോട്ട്സുകൾ, അതുപോലെ തന്നെ ലൈവ് ഡിസ്കഷൻ കേട്ടോ. അതാണ് മെയിനായിട്ട് നമ്മൾ ലൈവ് ഡിസ്കഷനിൽ നമുക്ക് ഇൻട്രാക്ട് ചെയ്ത് തന്നെ പഠിച്ചു പോകും. അതുപോലെ തന്നെ എക്സാം ഓറിയൻറ്റഡ് ക്ലാസ് ആയിരിക്കും വരുന്നത്. കോഴ്സ് ഡ്യൂറേഷൻ 6 മാസമാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ വെറും 200 രൂപ മാത്രമേ ഉള്ളൂ. വെറും 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ 6 മാസത്തേക്ക്. ഇതാണ് നമ്മുടെ നമ്പറായിട്ട് വരുന്നത്. ഈ നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്താൽ മതി. കോഴ്സിന് ചേരാൻ താല്പര്യമുള്ള കൂട്ടുകാർ ഈ നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്താൽ മതി. 88 48 93 85 96 എന്ന് പറഞ്ഞ നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ പേയ്മെൻറ്റ് ചെയ്യേണ്ട ലിങ്കും കാര്യങ്ങളും എല്ലാം അയച്ചു തരാം. അപ്പം നമുക്ക് 200 രൂപയ്ക്ക് 6 മാസം നീണ്ടു നിൽക്കുന്ന ക്ലാസ് ആയിരിക്കും. ഡെയിലി ലൈവ് ക്ലാസ് കാണും. വൈകുന്നേരം 7:30 തൊട്ട് 8:30 വരെയാണ്, ഈവനിങ് ആണ്. അതുകൊണ്ട് എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ ലൈവ് ക്ലാസ്സിൻ്റെ റെക്കോർഡഡ് സെക്ഷൻ നമ്മൾ ഗ്രൂപ്പിൽ ഇടുന്നതാണ്. ആ ഒരു റെക്കോർഡഡ് സെക്ഷൻ കേട്ടാലും നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പഠിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് PDF നോട്ട്സ് നമ്മളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മോക്ക് ടെസ്റ്റുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്സാം ഓറിയൻറ്റഡ് ക്ലാസ് ആയിരിക്കും. വെറും 200 രൂപ മാത്രമേ നമ്മുടെ കോഴ്സ് ഫീ ആയിട്ട് 6 മാസത്തേക്ക് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഫുള്ള് കവറപ്പ് ചെയ്യുന്നതാണ് കറണ്ട് അഫയേഴ്സിൻ്റെ ബാച്ചിൽ കേട്ടോ. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ ഒരു നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. 200 രൂപ മാത്രമാണ് കോഴ്സ് ഫീ വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തതിലോട്ട് പോകാം. അടുത്ത നമ്മൾ സാഹിത്യമാണ്, ലിറ്ററേച്ചറാണ്. 2025 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ലാലോ കൃഷ്ണ 4K കേട്ടോ. ലാലോ കൃഷ്ണ 4K കേട്ടോ. 4K. അപ്പോൾ ലാലോ കൃഷ്ണ 4K. അപ്പോൾ പഠിച്ചു നോക്കുക, 2025 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ആർക്കാണ്? ലാലോ കൃഷ്ണ 4K. ലാലോ കൃഷ്ണ 4K. ഇദ്ദേഹം ഒരു ഹംഗേറിയൻ എഴുത്തുകാരനാണ് കേട്ടോ. പഠിച്ചു നോക്കണം, ഇദ്ദേഹം ഒരു ഹംഗേറിയൻ എഴുത്തുകാരനാണ് കേട്ടോ.
അപ്പം അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് 2015 മാൻ ബുക്കർ ഇൻ്റർനാഷണൽ പുരസ്കാരം ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 2015 മാൻ ബുക്കർ ഇൻ്റർനാഷണൽ പുരസ്കാരം ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2019 വിവർത്തന സാഹിത്യത്തിനുള്ള നാഷണൽ ബുക്ക് അവാർഡും ലഭിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2015 മാൻ ബുക്കർ ഇൻ്റർനാഷണൽ പുരസ്കാരം ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 2019 വിവർത്തന സാഹിത്യത്തിനുള്ള നാഷണൽ ബുക്ക് അവാർഡ് ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് പഠിച്ചു നോക്കാം. ഇത് ലിറ്ററേച്ചർ അല്ലേ, ലിറ്ററേച്ചർ സാഹിത്യമായിട്ടുള്ളതല്ലേ. ഈ സാഹിത്യ രൂപങ്ങളും സാഹിത്യ ചിത്രങ്ങളും ഒക്കെ നമ്മൾ ഏത് രീതിയിലാണ് ഇപ്പം കാണുന്നത്, കുറച്ചുകൂടെ ക്ലാരിറ്റി കാണണമെങ്കിൽ നമുക്ക് എന്ത് വേണം, 4K റെസൊല്യൂഷൻ ഇട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ കാണാൻ സാധിക്കും കേട്ടോ. അങ്ങനെ അങ്ങ് കണക്ട് ചെയ്യുക. സാഹിത്യം എന്ന് പറയുമ്പോൾ ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാം വരുമല്ലോ, സാഹിത്യ കലാരൂപങ്ങളും എല്ലാം നിങ്ങൾ കണക്ട് ചെയ്യുക. ആ സാഹിത്യത്തെ മൊത്തം എന്താണ് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെയാണ് നമ്മൾ നല്ല ക്ലാരിറ്റി കാണണമെങ്കിൽ എന്ത് ചെയ്യണം, സാഹിത്യത്തെ നമ്മൾ 4K റെസൊല്യൂഷൻ ഇട്ട് കാണാൻ ശ്രമിക്കുക. അപ്പം കണക്ട് ചെയ്യാമല്ലോ, സാഹിത്യം 4K കണക്ട് ചെയ്യാമല്ലോ. 2025 സാഹിത്യത്തിനുള്ള അഥവാ ലിറ്ററേച്ചറിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ആർക്കാണ്? ലാലോ കൃഷ്ണ 4K. ഹംഗേറിയൻ എഴുത്തുകാരനാണ് ഇദ്ദേഹം. ഇനി ഇദ്ദേഹത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ആദ്യ കൃതി എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡറങ്കോ ആണ് കേട്ടോ. ആദ്യ കൃതി ഏതാണ്? സ്റ്റാൻഡറങ്കോ ആണ്. 1985 ആ കൃതി പുറത്തിറക്കിയത്. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ഒന്ന് പഠിച്ചു വെക്കേണ്ടതാണ്. ഒന്ന് പറയാം. വാർ ആൻഡ് വാർ ആണ് പ്രധാന കൃതികൾ. വാർ ആൻഡ് വാർ, ദ മെലനക്കലി ഓഫ് റെസിസ്റ്റൻസ്, ദ ബില്ല്, ദ ലിസ്റ്റ് ഓഫ് വോൾഫ് ആൻഡ് ഹെർമൻ കേട്ടോ. അതുപോലെ തന്നെ സീബോ ദെയർ ബിലോ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. 2025 സാഹിത്യത്തിനുള്ള പുരസ്കാരം ലഭിച്ച ആർക്കാണ്? ലാലോ കൃഷ്ണ 4K. നമ്മൾ സാഹിത്യ രൂപങ്ങളും കാര്യങ്ങളും ഒക്കെ ഏത് റെസൊല്യൂഷൻ ഇട്ടാണ് കാണുന്നത്? 4K റെസൊല്യൂഷൻ ഇട്ടാണ് നമ്മൾ സാഹിത്യ രൂപങ്ങളെല്ലാം കാണുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ. അപ്പോൾ കണക്ട് ചെയ്തോണം. 2025 സാഹിത്യത്തിനുള്ള ലിറ്ററേച്ചറിനുള്ള പുരസ്കാരം ലഭിച്ച ആർക്കാണ്? 2025 ലാലോ കൃഷ്ണ 4K. ഇദ്ദേഹം ഹംഗേറിയൻ എഴുത്തുകാരനാണ്. 2015 മാൻ ബുക്കർ ഇൻ്റർനാഷണൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 2019 വിവർത്തന സാഹിത്യത്തിനുള്ള നാഷണൽ ബുക്ക് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ആദ്യ കൃതി ഏതാണ്? സ്റ്റാൻഡറങ്കോ ആണ് ആദ്യ കൃതി. 1985 പ്രധാന കൃതികളായിട്ട് വരുന്നത് വാർ ആൻഡ് വാർ, ദ മെലനക്കലി ഓഫ് റെസിസ്റ്റൻസ്, ദ ബില്ല്, അതുപോലെ തന്നെ ദ ലിസ്റ്റ് ഓഫ് വോൾഫ് ആൻഡ് ഹെർമൺ, സീബോ ദെയർ ബിലോ ആണ്. ഇത്രയുമാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ. പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് അടുത്തത് ഫിസിക്സ് നോക്കാം. ഭൗതിക ശാസ്ത്രം. 2025 ഭൗതിക ശാസ്ത്രം അഥവാ ഫിസിക്സിന് അവാർഡ് ലഭിച്ചത് 3 പേർക്കാണ് കേട്ടോ. 3 പേർക്കാണ്. അവരുടെ പേരുകൾ ഞാൻ പറയാം. ജോൺ ക്ലർക്ക്, UK സ്വദേശിയാണ്. ജോൺ ക്ലർക്ക്. മിഷേൽ എച്ച് ഡേവോറൈറ്റ് കേട്ടോ. മിഷേൽ എച്ച് ഡേവോറൈറ്റ്. അതുപോലെ തന്നെ ജോൺ എം മാർട്ടിനസ്. ഇവർക്ക് എന്തിൻ്റെ കണ്ടുപിടുത്തത്തിലാണ് ഫിസിക്സിന് അവാർഡ് ലഭിച്ചതെന്ന് നമുക്ക് നോക്കാം. വൈദ്യുത സർക്യൂട്ടിലെ മാക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിൻ്റെയും ഊർജ്ജ ക്വാണ്ടൈസേഷനിലെ കണ്ടുപിടുത്തത്തിനുമാണ് ഇവർക്ക് പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ എന്തിനാണ് പുരസ്കാരം ലഭിച്ചത്? വൈദ്യുത സർക്യൂട്ടിലെ മാക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിൻ്റെയും ഊർജ്ജ ക്വാണ്ടൈസേഷൻ്റെയും കണ്ടുപിടുത്തത്തിനാണ് ഇവർക്ക് 3 പേർക്കും ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. ഇത് നമുക്ക് എങ്ങനെ നമുക്ക് കണക്റ്റ് ആക്കി പഠിക്കാമെന്ന് നമുക്ക് നോക്കാം. അതായത് ഈ ടണലൊക്കെ പണിയാൻ പോകണമെങ്കിൽ എന്ത് വേണം? നല്ല ഫിസിക്കലുള്ളവർ വേണ്ടേ പണി ചെയ്യാൻ വേണ്ടേ? ഫിസിക്കൽ. അപ്പം എന്താണ്? ഫിസിക്കലുള്ളവർ വേണം. നല്ല ടണലൊക്കെ നല്ല രീതിയിൽ പണിയണം. എന്താണ്? ഫിസിക്കലുള്ളവർ വേണമല്ലോ പണിയാൻ. അപ്പം ഫിസിക്കലി ഫിറ്റായിട്ടുള്ള ജോലിക്കാരായ മിഷേലും മാർട്ടിനസും ക്വാണ്ടം മെക്കാനിക്കൽ ടണൽ പണിയുന്നു. ക്ലിയറായ ഞാൻ ഒന്നുകൂടെ പറയാം. ഫിസിക്കലി അതായത് ഫിസിക്സ് എന്ന് പറഞ്ഞാൽ കണക്റ്റഡ് ആണ്. ഫിസിക്കലി ഫിറ്റായവരെ കൊണ്ട് എന്തായാലും നമുക്ക് ടണലിൻ്റെ പണികളെല്ലാം ചെയ്യിക്കാൻ സാധിക്കും. ടണലിൻ്റെ പണികൾ. അപ്പോൾ ഫിസിക്കലി ഫിറ്റായ ജോലിക്കാരെന്ന് ഉദ്ദേശിക്കുന്നത് ജോൺ ക്ലർക്ക്. ജോൺ ക്ലർക്കാണ്. ഫിസിക്കലി ഫിറ്റായ ജോലിക്കാരായ മിഷേലും മാർട്ടിനസും എന്താണ്? ക്വാണ്ടം മെക്കാനിക്കൽ ടണലിൻ്റെ പണി പൂർത്തിയാക്കിയെന്നോ കണക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കാമല്ലോ. 2025 ഭൗതിക ശാസ്ത്രം ഫിസിക്സിൽ നോബൽ സമ്മാനം ലഭിച്ചത് 3 പേർക്കാണ്. ജോൺ ക്ലർക്ക് UK സ്വദേശി, മിഷേൽ എച്ച് ഡേവോറൈറ്റ് ഫ്രാൻസ്, ജോൺ എം മാർട്ടിനസ് USA കേട്ടോ. USA. അതുപോലെ തന്നെ എന്തിൻ്റെ കണ്ടുപിടുത്തത്തിലാണ്? വൈദ്യുത സർക്യൂട്ടിലെ മാക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിൻ്റെയും ഊർജ്ജ ക്വാണ്ടൈസേഷൻ്റെയും കണ്ടുപിടുത്തത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ എന്താണ് നമ്മുടെ കോഡെന്താണ്? ഫിസിക്കലി ഫിറ്റായ ആളുകളാണ് ടണലിൻ്റെ പണിക്ക് പോകുന്നത്. അപ്പോൾ ഫിസിക്കലി ഫിറ്റായിട്ടുള്ള ജോലിക്കാരെന്ന് ഉദ്ദേശിക്കുന്നത് ജോൺ ക്ലർക്ക്, ജോലിക്കാരായ മിഷേലും മാർട്ടിനസും എന്താണ്? ക്വാണ്ടം മെക്കാനിക്കൽ ടണലിൻ്റെ പണി പൂർത്തിയാക്കി എന്ന് ഓർത്ത് വെക്കുക. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്തതിലോട്ട് പോകാം. അടുത്തത് രസതന്ത്രമാണ്. രസതന്ത്രം.
കെമിസ്ട്രി 3 പേർക്കാണ് ലഭിച്ചത് കേട്ടോ. റിച്ചാർഡ് റോബ്സണും അതുപോലെ തന്നെ ഒമർ എം യാഗിയും സുസുമ കിറ്റക്കാവയുമാണ് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ പറയാം, റിച്ചാർഡ് റോബ്സൺ ഓസ്ട്രേലിയൻ സ്വദേശിയാണ്, ഒമർ എം യാഗി USA സ്വദേശിയാണ്, അതുപോലെ തന്നെ സുസുമ കിറ്റക്കാവ ജപ്പാൻ സ്വദേശിയാണ്. ഇവർക്ക് ലഭിക്കാൻ കാരണമായ കണ്ടുപിടുത്തം എന്താണ്? മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകളുടെ അഥവാ MOFFs ത്തിൻ്റെ വികസനത്തിനാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? 2025 രസായനത്തിനുള്ള നോബൽ പ്രൈസ് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. റിച്ചാർഡും ഒമറും സുസുക്കിയുടെ വണ്ടിയിൽ എന്താണ് മെറ്റൽ ഓർഗാനിക് ഫ്രെയിമുകളുടെ വർക്കിൻ്റെ വികസനത്തിനായി പോയി. ക്ലിയർ അല്ലേ? അങ്ങനെ ഓർത്തു വെക്കണേ. അപ്പോൾ എന്താണ് കോഡെന്നാണ്? റിച്ചാർഡും ഒമറും സുസുക്കി വണ്ടിയിൽ, സുസുമോ എന്ന് ഉദ്ദേശിക്കുന്നത് സുസുക്കി വണ്ടിയിൽ എന്താണ് മെറ്റൽ ഓർഗാനിക് ഫ്രെയിമുകളുടെ വർക്കുകളുടെ വികസനത്തിനായി പോയി. ക്ലിയർ അല്ലേ? ഞാൻ ഒന്നുകൂടെ പറയാം. റിച്ചാർഡും ഒമറും സുസുക്കി വണ്ടിയിൽ മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകളുടെ വികസനത്തിന് വേണ്ടി പോയി. ക്ലിയർ അല്ലേ? അപ്പോൾ 2025 രസായനത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചത് ആർക്കൊക്കെയാണ്? റിച്ചാർഡ് റോബ്സൺ ഓസ്ട്രേലിയൻ സ്വദേശി, ഒമർ എം യാഗി USA സ്വദേശി, അതുപോലെ തന്നെ സുസുമ കിറ്റക്കാവ ജപ്പാൻ സ്വദേശി. വിഷയം എന്താണ്? മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകൾ അഥവാ MOFFsത്തിൻ്റെ വികസനത്തിന്. നമ്മുടെ കോഡ് എന്താണ്? റിച്ചാർഡും ഒമറും സുസുക്കി വണ്ടിയിൽ മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകളുടെ വികസനത്തിന് വേണ്ടി പോയി. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അവസാനത്തെ നോക്കാം. അവസാനത്തെ സാമ്പത്തിക ശാസ്ത്രമാണ്, എക്കണോമിക്സ്. 2025 സാമ്പത്തിക ശാസ്ത്രം എക്കണോമിക്സിൻ്റെ 3 പേർക്കാണ് ലഭിച്ചത്. ഫിലിപ്പ് ആഗിയോൺ ഫ്രാൻസ് സ്വദേശിയും, ജോയൽ മോക്കിർ USA സ്വദേശിയും, പീറ്റർ ഹൗവിറ്റ് കാനഡ സ്വദേശി. അപ്പോൾ 3 പേർക്കാണ് സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. ആർക്കൊക്കെയാണ്? ഫിലിപ്പ് ആഗിയോണും ഫ്രാൻസ് സ്വദേശി, അതുപോലെ തന്നെ ജോയൽ മോക്കിർ, പീറ്റർ ഹൗവിറ്റ്. അപ്പോൾ എന്തിൻ്റെ കണ്ടുപിടുത്തത്തിനാണെന്ന് നമുക്കൊന്ന് പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്താണ്? ക്രിയേറ്റീവ് ഡിസ്ട്രാക്ഷനിലൂടെ, അതായത് സർഗാത്മക നശീകരണം, ക്രിയേറ്റീവ് ഡിസ്ട്രാക്ഷനാണ് ഉദ്ദേശിക്കുന്നത്. ക്രിയേറ്റീവ് ഡിസ്ട്രാക്ഷനിലൂടെയുള്ള അഥവാ സർഗാത്മക നശീകരണത്തിലൂടെയുള്ള സുസ്ഥിര വളർച്ചയുടെ സിദ്ധാന്തത്തിനാണ് ഫിലിപ്പ് ആഗിയോണിനും പീറ്റർ ഹോവിറ്റിനും പുരസ്കാരം ലഭിച്ചത്. അടുത്ത ആൾക്ക് ലഭിച്ചത് എന്തിനാണ്? നവീകരണത്തിന് അധിഷ്ഠിതമായ സാമ്പത്തിക വളർച്ചയെക്കുറിച്ചുള്ള പഠനത്തിനാണ് ജോയൽ മോഗിറിന് പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. 2025 സാമ്പത്തിക ശാസ്ത്രം എക്കണോമിക്സിന് നോബൽ സമ്മാനം ലഭിച്ചത് 3 പേർക്കാണ്. ആദ്യത്തെ ആളാരാണ്? ഫിലിപ്പ് ആഗിയോൺ ഫ്രാൻസ് സ്വദേശി, രണ്ടാമത്തെ ആൾ ജോയൽ മോക്കിർ USA സ്വദേശി, മൂന്നാമത്തെ ആൾ പീറ്റർ ഹൗവിറ്റ് കാനഡ സ്വദേശി. അപ്പോൾ എന്തിൻ്റെ കണ്ടുപിടുത്തത്തിലാണ്? ക്രിയേറ്റീവ് ഡിസ്ട്രാക്ഷനിലൂടെ സർഗാത്മക നശീകരണം സുസ്ഥിര വളർച്ചയുടെ സിദ്ധാന്തത്തിനാണ് ഈ നമ്മുടെ ഫിലിപ്പ് ആഗിയോണും അതുപോലെ തന്നെ പീറ്റർ ഹൗവിറ്റിനും പുരസ്കാരം ലഭിച്ചത് കേട്ടോ. അതുപോലെ തന്നെ നവീകരണത്തിന് അധിഷ്ഠിതമായ സാമ്പത്തിക വളർച്ചയെക്കുറിച്ചുള്ള പഠനത്തിനാണ് ജോയൽ മോഗറിന് പുരസ്കാരം ലഭിച്ചത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയുമാണ്. ചില കോഡുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ കോഡുകൾ. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും കോഡുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ബാക്കിയുള്ള കൂട്ടുകാർക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഷുവർ ഷോട്ട് കറണ്ട് ബോക്സിൽ ചേരാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ വെറും 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. ചേരാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ കമൻറ്റ് ബോക്സിൽ നമ്പർ പിൻ ചെയ്തിട്ടേക്കാം, വാട്സാപ്പ് നമ്പർ. ആ നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്താൽ മതി. കോഴ്സിന് ജോയിൻ ചെയ്യേണ്ട പ്രൊസീജിയർ ഞാൻ പറഞ്ഞുതരാം. പേയ്മെൻറ്റ് ചെയ്യേണ്ട ലിങ്കൊക്കെ വാട്സാപ്പ് ത്രൂ ഞാൻ അയച്ചു തരുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇനി ചേരാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ചേരുക. 6 മാസം നീണ്ടിരിക്കുന്ന കോഴ്സായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ രീതിയിലുള്ള കോഡുകൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കുമല്ലോ. അപ്പോൾ പുതിയൊരു ക്ലാസ്സും പുതിയൊരു വീഡിയോ ആയിട്ടും ഉടനെ തന്നെ എത്തുന്നതാണ്. താങ്ക് യു ഓൾ.